പല ആളുകളും വ്യത്യസ്ത അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും വ്യത്യസ്ത അഭിപ്രായങ്ങൾ തന്നെ വേണം. നമ്മൾ പറയുന്നത് തന്നെ ശരിയാവണമെന്ന് നിർബന്ധമില്ലല്ലോ. പലരും അധ്യാപകരെ വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്നത് ശരിയാണ് എന്ന നിലപാടുള്ളവരാണ്. ഇന്നലെ ഒരു ടീച്ചർ എന്നോട് കുറേയധികം നേരം സംസാരിച്ചു. എനിക്കറിയില്ല ടീച്ചറെ, ഒരു വലിയ സ്കൂളിൻ്റെയൊക്കെ ചുമതല വഹിച്ചിരുന്ന ടീച്ചറാണ്. ഈ കോർപ്പറൽ പണിഷ്മെൻറ്റിനെതിരാണ് എന്നത് ഞാൻ പറഞ്ഞപ്പോൾ ആ ടീച്ചറിന് മനസ്സ് വിഷമിച്ചു. ആ ടീച്ചർ നന്നായിട്ട് വിദ്യാർത്ഥികളെ ചൂരലുകൊണ്ടൊക്കെ അടിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുട്ടികൾ നന്നാവാൻ വേണ്ടി പറയുന്നതാണ്. ആ വിദ്യാർത്ഥികളൊക്കെ നന്നായിട്ടുണ്ടാവും ഒരുപക്ഷെ. പക്ഷേ അത് ശരിയായൊരു രീതിയല്ല എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അത് ഇപ്പോൾ ഒരു ബഷീർ അടക്കമുള്ള ആളുകൾ പറയുന്നുണ്ട്. വിഡ്ഢിത്തം താങ്കൾ പറയല്ലേ അരുൺ, താങ്കൾ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ, കുട്ടികൾ നന്നാവാൻ വേണ്ടിയല്ലേ എന്നതായിരിക്കാം ശ്രീ ബഷീർ ഉദ്ദേശിക്കുന്നത്. കുട്ടികൾ നന്നാവാനൊക്കെ തന്നെ ആയിരിക്കും ചിലപ്പോൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പക്ഷേ അതിനോടൊപ്പം നമ്മുടെ ഒരു ദേഷ്യം കൂടി കുഞ്ഞിൻ്റെ ശരീരത്തിൽ പ്രയോഗിക്കും. അതങ്ങനെയാണ് ഉണ്ടാവുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെയല്ലേ ഒരു കുട്ടി നന്നാവാൻ വേണ്ടിയിട്ട് നമുക്ക് അതല്ലാതെയും അവനോട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് കൊടുക്കാമല്ലോ. പക്ഷേ അതിന് കുറച്ച് നേരം ക്ഷമ വേണം. ചൂരലുണ്ടെങ്കിൽ ക്ഷമയുടെ ആവശ്യമില്ല. പെട്ടെന്ന് എളുപ്പ വഴിയാണ്, ഷോർട്ട് കട്ടാണ്. അതാ പ്രശ്നം.